ചേട്ടാ എനിക്ക് കടയിലൊന്നും പോവാതെ എനിക്ക് എന്റെ ലാപ്ടോപ്പിൽ സ്വന്തമായിട്ട് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണ്. ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങളൊരു പെൻ ഡ്രൈവ് എടുക്കുക. മിനിമം 16 GB എങ്കിലും ഉള്ള ഒരു പെൻ ഡ്രൈവ് എടുക്കുക. അത് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുക. ശേഷം നിങ്ങൾ റഫസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. ക്രോമിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇന്റർഫേസ് വരും. ഇവിടെ നിങ്ങൾക്ക് ISO ഫയൽ സെലക്ട് ചെയ്യണം. വിൻഡോസ് 10 ആയാലും 7 ആയാലും ഏത് വിൻഡോസ് ആണെങ്കിലും അതിന് ISO ഫയൽ കാണും. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഈ ഒരു ഫയലുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു ഫയല് നിങ്ങൾ അവിടെ നിന്ന് ബ്രൗസ് ചെയ്തിട്ട് ISO ഫയല് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ വിൻഡോസ് 10 ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ISO ഫയൽസിൻ്റെ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ GPT ആണെന്നുണ്ടെങ്കിൽ പുതിയ വെർഷനും MBR എന്ന് പറയുന്നത് പഴയ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് മനസ്സിൽ വെച്ചേക്കുക. എന്നിട്ട് സ്റ്റാർട്ട് കൊടുത്ത് ഓക്കെ കൊടുക്കുക. ഒരു മാക്സിമം ഒരു 10, 15, 20 മിനിറ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കിട്ടും. ശേഷം നിങ്ങൾ ഇത് ക്ലോസ് ചെയ്തിട്ട് സിസ്റ്റമായിട്ട് ഒന്ന് റീസ്റ്റാർട്ട്. ഓക്കെ, ഇതിന് ശേഷം നിങ്ങൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ടായി വരുന്ന സമയത്ത് ഡിലീറ്റ് കീ ഒന്ന് കുറച്ച് പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്തിട്ട് വിടുക. അപ്പോൾ നിങ്ങൾ ബയോസിലോട്ട് പോകും. ഇവിടെ ബൂട്ട് ഓപ്ഷൻ 1 നിങ്ങളിപ്പം റൈറ്റ് ചെയ്തിട്ടുള്ള പെൻ ഡ്രൈവ് സെലക്ട് ചെയ്തിട്ട് F10 പ്രസ് ചെയ്ത് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം സിസ്റ്റം ഓപ്പൺ ആകുമ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും.